നിങ്ങൾ അവർക്ക് ആളുകളെ സപ്ലൈ ചെയ്യുന്നവരായിട്ട് മാറുകയില്ലേ ഫലത്തിലുണ്ടായിട്ടുള്ളത്? ഈ പറയുന്ന വേണുഗോപാൽ നേരത്തെ രാജ്യസഭാംഗമായിരുന്നല്ലോ, രാജസ്ഥാനിൽ നിന്നായിരുന്നില്ലേ? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടുക BJP ആണെന്ന് 1:1 കണക്കാക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഒരു ആശ്ചര്യം സംഭവിക്കില്ലല്ലോ, BJP തിരഞ്ഞെടുക്കപ്പെടില്ല. എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? അപ്പോൾ MP ആയിരിക്കുകയാണല്ലോ. ആ MP ആയിരിക്കുന്നയാൾ രാജിവെച്ച് അവസരം ഉണ്ടാക്കി കൊടുത്ത് BJPക്കല്ലേ? എന്തിനാണ് ആ നടപടി എടുത്തത്? അത് ഏത് ഡീലിന്റെ ഭാഗമായിട്ടായിരുന്നു? സ്വന്തം നേതാക്കന്മാരുടെ മക്കള്, മരുമക്കള്, വേണ്ടപ്പെട്ടവര് എല്ലാം ഇപ്പം എവിടെയാ ഉള്ളത്? ഇവിടെ കേരളത്തിൽ വന്നിട്ടാണല്ലോ പറയുന്നത്. കേരളത്തിലെ പ്രധാനികളെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക്. അവരുടെ മക്കളെല്ലാം എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് കോൺഗ്രസിന് BJPയോടുള്ള സമീപനം എന്നല്ലേ ഇത് കാണിക്കുന്നത്? ഇങ്ങനെയെല്ലാം സ്വയം അപഹാസ്യമായിട്ടുള്ളവര് ഞങ്ങളെ അപഹസിക്കാൻ പുറപ്പെടുന്നത് നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി. ഞങ്ങൾക്ക് സുതാര്യമായ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പോയ ആളെന്ന നിലക്ക് നല്ലതുപോലെ അറിയാലോ BJPയുമായിട്ടുണ്ടാക്കിയ ഡീലുകളുടെ കഥകൾ. നേരത്തെ പഴയ കാലത്ത് തന്നെ കോൺഗ്രസിന് ഇത്തരം ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. EMS പട്ടാമ്പിയിൽ മത്സരിക്കുന്ന കാലത്ത് ആ ഘട്ടത്തിൽ EMSനെ പരാജയപ്പെടുത്തണമെന്ന നിർബന്ധം കോൺഗ്രസിന്. അന്നവിടെ ജനസംഘത്തിൻ്റെ ഒരു നേതാവുണ്ടായിരുന്നു മത്സരിക്കാൻ. അദ്ദേഹം പിൻവലിച്ചു, മത്സര രംഗത്ത് നിന്ന് പിൻവാങ്ങി. എന്നിട്ട് അന്നത്തെ ജനസംഘത്തിൻ്റെ നേതാവ് ദീനദയാൽ ഉപാധ്യായ അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വന്ന് പ്രചരണം നടത്തി. അതാണ് കോൺഗ്രസ്. ഇനി നാടും ലോകവും രാജ്യവും അംഗീകരിച്ച മറ്റൊരു നേതാവിൻ്റെ കഥ പറയാം. EMSന്റെ മാത്രമല്ല, AKGയുടെ.